MRI മനസ്സിലാക്കേണ്ട കാര്യം സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും റേഡിയോ ഫ്രീക്വൻസി വേവ്സും യൂസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അതിനകത്ത് റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ഉണ്ടല്ലോ, RF വേവ്സ് എന്നാണ് പറയുന്നത്. ഇതാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് എങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ, ഈ ട്രാൻസ്ഡെർമൽ പാച്ചിൽ പലതിലും കോട്ടിങ് ആയിട്ട് ഒരു എന്താ പറയണ്ടേ അലൂമിനിയം ഫോയിൽ വരാറുണ്ട്, അലൂമിനിയം മെറ്റാലിക്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ഇത് കണ്ടക്ട് ചെയ്തിട്ട് ഒരു ലോക്കൽ ഇലക്ട്രിക് കറണ്ട് പോലെ, മനസ്സിലാകുന്നുണ്ടോ, ഒരു കണ്ടക്ടർ ഹീറ്റ് ആവുന്ന പോലെ ഇത് ചൂടാക്കും. അങ്ങനെ ഹീറ്റപ്പ് ആയി കഴിയുമ്പോഴത്തേക്ക് അത് സ്കിൻ പൊള്ളിക്കാൻ, ബേൺ ആക്കാനുള്ള സാധ്യതയുണ്ട്. ടാറ്റൂവിന്റെ കേസിലും ഇതേ ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. അത് ഞാനവിടെ പറയാതിരുന്നത് ഇവിടെ ഇത് പറയുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പം ഈ ട്രാൻസ്ഡെർമൽ പേജിൽ മനസ്സിലാക്കുക ഇത്രയേ ഉള്ളൂ. മെറ്റൽ യൂസ് ചെയ്യുന്നുണ്ട് പലപ്പോഴും കോട്ടിംഗ് ആയിട്ട്, അത് പലപ്പോഴും അലൂമിനിയം ആയിരിക്കും. അപ്പം ഈ ഇതിനകത്ത് ഉപയോഗിക്കുന്ന MRIയിൽ ഉപയോഗിക്കുന്ന ഈ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ചെന്നിട്ട് ഇതിനെ അവിടെ കണ്ടക്ട് ചെയ്യപ്പെടുന്ന എന്താ പറയുന്ന ഈ ഫ്രീക്വൻസി വേവ്സ് ഹീറ്റപ്പ് ചെയ്യും, ചൂടാക്കും. അത് പൊള്ളിക്കാനുള്ള സാധ്യത ഉണ്ടാകും, ബേൺസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അതെടുത്ത് അവിടുന്ന് മാറ്റി ഇപ്പുറത്തൊട്ടിച്ചിട്ട് കാര്യമില്ല. ഇത് മൊത്തത്തിലായിട്ടാണ് ഇത് ഈ വരുന്നത്, വേഴ്സ് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ പറഞ്ഞ പോലെ ഇപ്പുറത്തുനിന്ന് എടുത്ത് അപ്പുറത്തോട്ട് മാറ്റിയിട്ടോ ബാക്കിലോട്ട് മാറ്റിയിട്ടോ ഒന്നും കാര്യമില്ല. പരിപൂർണമായിട്ടും അത് റിമൂവ് ചെയ്യണം. ആ പാച്ച് അവിടുന്ന് റിമൂവ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു പുതിയ പാച്ച് ഒട്ടിക്കുക. അതേ നമുക്കവിടെ ചെയ്യാനുള്ളൂ. അല്ലാതെ സ്ഥലം മാറ്റി ഒട്ടിച്ചതിൽ നിന്നും നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന്, ഈ പൊള്ളാനുള്ള സാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. മനസ്സിലായ ഞാൻ പറഞ്ഞ ലോജിക്ക്?